ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോർത്ത് കേരള സെക്ഷൻ ഓഫ് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ഡേ യൂട്യൂബ് ചാനലിലൂടെയുള്ളതായ ശാബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. ശാബത്ത് സ്കൂൾ ലെസൺ ചർച്ച ചെയ്യുവാനും പഠിക്കുവാനുമായി കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം മുൻഗാമികൾ എന്ന പാഠം പഠിക്കുകയുണ്ടായി. ഈ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അന്ത്യത്തിലെ സദൃശ്യങ്ങൾ എന്ന പാഠമാണ്. പാഠം 13. നമ്മൾ ഈ ക്വാർട്ടറിലെ അവസാന പാഠത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഈ പാഠഭാഗം തയ്യാറാക്കിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ളതായ വേദഭാഗം, യോനാ പ്രവചനം 3-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ളതായ വേദഭാഗം, വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 14-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ളതായ വേദഭാഗം, ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം 1 മുതൽ 31 വരെ, 2 ദിനവൃത്താന്തം 36-ാം അധ്യായം അതിൻ്റെ 22-ഉം 23-ഉം വാക്യങ്ങളിൽ നിന്നാണ് ഈ ആഴ്ചത്തെ പാഠഭാഗം തയ്യാറാക്കിയിരിക്കുന്നത്. മനപാഠവാക്യം: അതിന് അവൻ അവരോട്, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. യോനാ പ്രവചനം 1-ാം അധ്യായം 9-ാം വാക്യം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനം പഠിക്കുവാൻ അടിയങ്ങൾ കടന്നു വന്നിരിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ അവിടുന്ന് അടിയങ്ങളോട് കൂടിയിരിക്കണം. അടിയങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണം. അവിടുത്തെ തിരുവചനം ഗ്രഹിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കണം. കടന്നു വന്നെല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു മൂലം തന്നെ കർത്താവെ കേൾക്കുമാറാകണമേ. ആമേൻ. ഈ ആഴ്ചയിൽ അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് നാം എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മുടേതായ വിവരണങ്ങൾ അത് എത്രമാത്രം വ്യക്തമാക്കുന്നുവെന്ന് നമുക്ക് ഈ ആഴ്ച നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ഈ ആഴ്ച യോന പ്രവാചകന്റെ നിനവയിലേക്കുള്ളതായ ദൗത്യത്തെക്കുറിച്ചും ബാബേൽ സാമ്രാജ്യത്തിൻ്റെ പതനത്തെക്കുറിച്ചും ദൈവജനത്തിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള ആ വാഗ്ദത്ത ദേശം, അല്ലെങ്കിൽ ദൈവജനം സ്വതന്ത്രമായി വാഗ്ദത്ത ദേശം പ്രാപിക്കുവാൻ തക്കവണ്ണം സഹായിച്ച രാജാവായ കോരസിൻ്റെ ഉയർച്ചയെക്കുറിച്ചും നമ്മൾ ഈ ആഴ്ച പഠിക്കും. തിരുവചനം പഠിക്കുമ്പോൾ അന്ത്യകാലത്തെ സംഭവവുമായി ബന്ധിക്കപ്പെട്ടിട്ടുള്ളതായ ഓരോ കഥകളെ നാം പഠിക്കുമ്പോഴും അതിൻ്റെ ശരിയായ രീതിയിലുള്ള വീക്ഷണം നമ്മെ അന്ത്യകാലത്തേക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒരുക്കുവാൻ തക്കവണ്ണം അത് നമ്മളെ ധാരാളമായി ശക്തീകരിക്കും. അതിനാൽ ഈ തിരുവെഴുത്തു ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ ആത്മീയമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവിനായിട്ട് നാം യാചിക്കണം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസികമാണ്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ആയതിനാൽ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായിട്ട് നാം പ്രാർത്ഥിക്കണം. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായിട്ട് നാം പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിൻ മാത്രമേ തിരുവെഴുത്തിലുള്ളതായ ഓരോ കഥാഭാഗങ്ങൾ അന്ത്യകാല സംഭവമായിട്ട് എങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്ക് ഞായറാഴ്ചത്തെ ഭാഗങ്ങളിലേക്ക് കടന്നു വരാം. വൈമാനസ്യമുള്ള പ്രവാചകൻ. ആരാണ് വൈമാനസ്യമുള്ള പ്രവാചകൻ എന്ന് ചോദിച്ചാൽ യോനാ പ്രവാചകൻ എന്ന് പറയും. കാരണം യോനാ പ്രവചനം 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ യോനാ പ്രവാചകനെ കുറിച്ചുള്ളതായ കഥ നമുക്കവിടെ കാണുവാൻ സാധിക്കും.
യോന പ്രവാചകനെ ദൈവം നിനവയിലേക്ക് അയച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവിടുത്തെ നിനവയിലുള്ളതായ മനുഷ്യർ ദൈവത്തിൻ്റെ മുമ്പാകെ വളരെ ദുഷ്ടരായിരുന്നു. ദൈവം അവരെ നശിപ്പിക്കുവാൻ തക്കവണ്ണം പോകുന്നതിന് മുമ്പായി യോന പ്രവാചകനെ നിനവയിലേക്ക് അയക്കുകയാണ്. പക്ഷെ നിനവയിലുള്ളതായ പ്രവൃത്തി കണ്ടിട്ട് യോന പ്രവാചകൻ ഇവർ നശിച്ചു കാണുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് യോന പ്രവാചകൻ നിനവയ്ക്ക് പോകാതെ തർസിസിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം യോനായെ ഏൽപ്പിച്ച വേല ദൗത്യം ചെയ്യുവാൻ തക്കവണ്ണം യോന വൈമാനസ്യം കാണിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നമുക്ക് ഈ അന്ത്യകാലഘട്ടത്ത് ഒരു വലിയ വേല നമ്മെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ വൈമാനസ്യമുള്ളവരായി തീർന്നാൽ ദൈവത്തിൻ്റെ വേല പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം നമ്മളാൽ പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ ദൈവം വേറെ ആൾക്കാരെ ദൈവം വേറെ മറ്റുള്ളവരെ നിയോഗിക്കുവാൻ തക്കവണ്ണം തീരുമാനിക്കും. നമ്മളെ തള്ളിക്കളയും. അപ്പോൾ ഇതുപോലുള്ളതായ അനേക സംഭവങ്ങൾ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളുണ്ട്. ദൈവം പറഞ്ഞു അപരാധത്തിൽ ഈ കല്ലുകൾ ആക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ വചനത്തെ ഘോഷിക്കുവാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മുടെ മേൽ ദൈവം ഒരു ദൗത്യം നൽകുമ്പോൾ അത് നാം പൂർണ്ണ വിശ്വസ്തയോടുകൂടെ നാം അത് പൂർത്തീകരിക്കണം. ഇന്ന് ഉള്ള വേലക്കാർ യഥാർത്ഥം പറഞ്ഞാൽ ഈ യോനായെ പോലെ വൈമാനസ്യമുള്ള അനേകായിരങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം അവിടെ പോയാൽ ശരിയാകത്തില്ല, ഇവിടെ പോയാൽ ശരിയാകത്തില്ല എന്നുള്ളതായ ചിന്ത ഉള്ളവരായിട്ട് നിലകൊള്ളുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ വേല എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദൂത് ലോകത്തോട് സംസാരിക്കുക എന്നതാണ്. അതിൻ്റെ പ്രതിഫലം ദൈവം നമുക്ക് നൽകും. ദൈവത്തിൻ്റെ വചനം എന്ന് പഠിക്കുമ്പോൾ ഈ പ്രവാചകൻ അവസാനം 3 രാവും 3 പകലും കടലാനയുടെ വയറ്റിലിരുന്നു എന്ന് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു പരീശന്മാരോട് പറഞ്ഞു, യോനയുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യോനയിലും വലിയവനാണ് യേശു എന്ന് അവിടെ പറയുന്നത്. യോന ദൈവത്തോട് തെറ്റ് ചെയ്തത് കൊണ്ടാണ് കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ആയത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ച് 3 രാവും 3 പകലും ഭൂമിയിൽ വിശ്രമിക്കുമെന്നുള്ളതായ ഒരു ഭാഗം ദൈവം അവിടെ പറയുന്നു, വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യോന പാപം ചെയ്തത് മൂലം കടലാനയുടെ വയറ്റിൽ അകപ്പെട്ടു എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അങ്ങനെ യോന കടലാനയുടെ വയറ്റിലിരുന്ന് ദൈവത്തോട് അയ്യം വിളിച്ചു. അങ്ങനെ യോനയെ നിനവയിൽ ആ കടലാന നിനവയിൽ കൊണ്ട് ഇറക്കി വിട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ല, അവിടെ ശ്രദ്ധിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് യോന എഴുന്നേറ്റ് നിനവയിൽ ചെന്ന് 1 ദിവസത്തെ വഴി നടന്ന് വിളിച്ചു പറഞ്ഞു, ഇനി 40 ദിവസം കഴിഞ്ഞ് ദൈവം നിനവയെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു. അവിടെ ഉള്ളവരെല്ലാവരും മാനസാന്തരപ്പെട്ടതായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. പലപ്പോഴും നമ്മൾ വിചാരിക്കും അവിടെ എല്ലാം ദുഷ്ടന്മാരാണ്, അവിടെ ചെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം എന്താണ് എന്ന് നാം മുൻകൂട്ടി ചിന്തിച്ച് അവിടെ പോകാതിരിക്കുന്നതായ സന്ദർഭങ്ങളുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പോയി ദൈവത്തിൻ്റെ വചനം പറയുമ്പോഴാണ്
അവിടെ ഒരു വലിയ മാനസാന്തരം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പലപ്പോഴും നമ്മൾ തിരുവചനം പറയുന്ന പോലെ പൊട്ടക്കിണർ കുഴിക്കാൻ പോകും. പക്ഷെ നമ്മൾ ഈ കുഴിക്കുന്ന കിണറിലൊന്നും വെള്ളം കിട്ടത്തില്ല. നമ്മൾ ദൈവത്തിൻ്റെ ഹിതത്തിനൊത്തവണ്ണം നീങ്കിൽ മാത്രമേ കുടിക്കാനുള്ള വെള്ളം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ദൈവ നിർദ്ദേശപ്രകാരം നമ്മൾ കിണർ കുഴിക്കുവാൻ പോകണം. ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം വേണം നമ്മുടെ സുവിശേഷ ഘോഷം നടക്കുവാൻ. ദൈവം നമ്മെ അയക്കുന്ന സ്ഥലത്ത് വേണം നമ്മൾ പോകുവാൻ. അങ്ങനെയെങ്കിൽ യോനാ പ്രവാചകൻ നിനവയിൽ പോയി സംസാരിച്ചപ്പോൾ അവിടുത്തുള്ള ജനം മാനസാന്തരപ്പെട്ടതുപോലെ മാനസാന്തരം അനുഭവമുള്ള ജനങ്ങൾ ഉത്ഭവിക്കത്തുള്ളൂ. ദൈവം നമ്മെ അയക്കുന്നിടത്ത് പോകണം. അപ്പോസ്തലനായ പൗലോസിനോട് നീ മക്കെദോന്യയ്ക്ക് പോകുവാൻ തക്കവണ്ണം ദൈവം നിർദ്ദേശിച്ചു. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ദർശനം വേണം. ഈ ദർശനം നമുക്ക് തരുന്നത് ദൈവമാണ്. ദൈവത്തിൽ നാം താഴ്മയോടുകൂടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ വേലയെ തികയ്ക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. യോനയോട് അവനാരാണ് എന്ന് ചോദിക്കുമ്പോൾ അവൻ ഈ വണ്ണം മറുപടി പറയുകയാണ്. യോഹന്നാൻ്റെ പ്രവചനം 1-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭുജിച്ചു വരുന്നു എന്ന് പറയും. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ 1-ാം ദൂതൻ്റെ ദൂത് നാം വായിക്കുമ്പോൾ അവിടെ സകലത്തെയും നിർമ്മിച്ച ദൈവത്തെ ആരാധിക്കുക എന്ന് വിളിച്ചു പറയുന്നു. അതായത് സൃഷ്ടാവിനെ ആരാധിക്കുക. അന്ത്യകാലഘട്ടത്തിൽ ആരാധന എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വെളിപ്പാടുകാരനായ യോഹന്നാൻ നമ്മെ അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ 18-ാം അധ്യായം 4 നാം വായിക്കുമ്പോൾ, എൻ്റെ ജനമായുള്ളവരെ അവളെ വിട്ടുപോരുവീനെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതായ ഒരു ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കും. അന്ത്യകാലഘട്ടത്ത് സത്യ ദൈവത്തെ ആരാധിക്കുന്നതിനെ സംബന്ധിച്ച്, ആരാധന എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ളതായ ഒരു പോരാരിക്കും അല്ലെങ്കിൽ ഒരു പ്രതികൂല സാഹചര്യം ഉടലെടുക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. അന്ത്യകാലത്ത് ദൈവത്തിന് വേണ്ടി നിലകൊള്ളേണ്ടവർ, ദൈവത്തിൻ്റെ വചനം ഘോഷിക്കേണ്ടവർ ഈ യോന പ്രവാചകനെ പോലെ നിഷേധാത്മകമായ രീതിയിൽ നീങ്ങിയാൽ ദൈവത്തിൻ്റെ വേല പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം കഴിയാതെ വരും. ദൈവത്തിൻ്റെ വേല പൂർത്തീകരിക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ച് ദൈവം ശേഷിപ്പ് സഭയെ ഏൽപ്പിച്ചതായ ദൗത്യം. അപ്പം നമ്മൾ ആ വേല ചെയ്യുന്നില്ല എങ്കിൽ ദൈവം എന്ത് ചെയ്യും? ആ ദൗത്യം ദൈവം തിരഞ്ഞെടുക്കുന്നതായ ആൾക്കാരെ എന്ത് ചെയ്യും? ഏൽപ്പിക്കും. വേറൊരാളെ തിരഞ്ഞെടുത്ത് ഏൽപ്പിക്കും. അത് ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ ദൗത്യം തികയ്ക്കാതെ വന്നപ്പോൾ ദൈവം അവരെ ഉപേക്ഷിച്ചു. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജാതികളിലേക്ക് ദൈവത്തിൻ്റെ സുവിശേഷം പരന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ജാതികളെ ദൈവം തിരഞ്ഞെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിന് നമ്മുടെ മേലൊരു ഉദ്ദേശമുണ്ട്. ആകാത്ത കൊമ്പുകളൊക്കെ വെട്ടി തീയിലിട്ട് ചുട്ടുകളയുന്നതായ നാഴിക കടന്നു വരുന്നു. സ്വാഭാവിക കൊമ്പിനെ ആദരിക്കാതെ പോയെങ്കിൽ
നിന്നെയും ദൈവം ആദരിക്കാതെ പോകും എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നാം എവിടെ ആയിരിക്കുന്നു, എവിടെ നിൽക്കുന്നുവെന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുന്നത് ഏറ്റവും ആവശ്യമാണ്. ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ. തിങ്കളാഴ്ചത്തെ പാഠം മാനസാന്തരത്തിൻ്റെ ഒരു പ്രവൃത്തി. നിനവയിലെ ജനത്തിന് വേണ്ടി യോനായ്ക്കൊരു പ്രത്യേക ദൂതുണ്ടായിരുന്നു. യോന പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 10 വരെ നാം വായിക്കുമ്പോൾ 3-4 നമ്മൾ കാണുന്നത് യോന ഒരു ദിവസത്തെ വഴി നടന്നു. ഇനി 40 ദിവസം കഴിഞ്ഞ് യഹോവ ഈ പട്ടണത്തെ നശിപ്പിക്കും എന്ന് വിളിച്ചു പറഞ്ഞു. ഈ വചനം കേട്ടപ്പോൾ ജനം രട്ടിലും വെണ്ണീരിലും ഇരുന്ന് ദൈവത്തോട് നിലവിളിക്കുവാൻ തുടങ്ങി. രാജാവ് കേട്ടപ്പോൾ രാജാവും പരിവാരങ്ങളും എല്ലാവരും രാജവസ്ത്രം നീക്കി രട്ടിലും വെണ്ണീരിലും ഇരുന്ന് ദൈവത്തോട് നിലവിളിക്കുവാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് ദൈവം അവർക്ക് വരുത്തുവാൻ ഉദ്ദേശിച്ചതായ ആ വിപത്തിൽ നിന്ന് ദൈവം പിന്തിരിഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവം ക്രൂരനല്ല. ദൈവം സ്നേഹമുള്ളവനാണ്, ദയയുള്ളവനാണ്, കരുണയുള്ളവനാണ്, വിശ്വസ്തതയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. കരുണയും കൃപയും നിറഞ്ഞവനാണ് നമ്മുടെ ദൈവം. തന്നോട് യാചിക്കുന്ന ഏവനോടും അവൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവരെ രക്ഷിപ്പാൻ, അവരെ വിടുവിപ്പാൻ ശക്തനായ ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിച്ചു പോരുന്നത്. നമ്മെ നിർമ്മിച്ച ആ ദൈവം നമ്മോട് പ്രത്യേക കരുണയുള്ളവനാണ്. ആയതിനാൽ ദൈവവചനം നാം വായിച്ച് മാനസാന്തരമുള്ളവരായി, ദൈവകൽപ്പനയും യേശുവുള്ള വിശ്വാസമുള്ളവരായി നാം ജീവിക്കണം. ദൈവത്തിൻ്റെ ആഗ്രഹം എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ്. എല്ലാവരും മാനസാന്തരപ്പെടണം. ഈ ലോകത്തിലുള്ളതായ സകല മാനവനും ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് സകലരും മാനസാന്തരപ്പെടണം എന്നുള്ള ഒരാഗ്രഹം ദൈവത്തിനുണ്ട്. ആരും നശിച്ചു കാണുവാൻ ദൈവത്തിന് ഇഷ്ടമില്ല. ദുഷ്ടന്റെ മരണത്തിൽ യഹോവയ്ക്ക് പ്രസാദമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇന്ന് ദൈവം സൊദോമിനെയും ഗൊമോറയെയും കാണുന്നത് പോലെ ഈ ലോകത്തെ കാണുകയാണെങ്കിൽ, പ്രിയമുള്ള ദൈവമക്കളെ, ഈ ലോകമെന്നേ തീക്കിരയായനെ. പക്ഷേ ഈ ലോകത്തിലുള്ളതായ മാനവരെ ദൈവം സ്നേഹിക്കുന്നു. അതവൻ്റെ കൈവേലയാണ്. ദൈവത്തിൻ്റെ കൈവേലയോട് ദൈവത്തിന് പ്രത്യേക താല്പര്യമുണ്ട്. ആയതിനാൽ ദൈവം വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ സന്ദേശം, മുന്നറിയിപ്പുകൾ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ അന്ത്യകാലഘട്ടത്ത് വെളിപ്പാട് പുസ്തകത്തിലൂടെയും ദാനിയേൽ പ്രവചനങ്ങളിലൂടെയും ദൈവം ലോകത്തോട് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവെഴുത്തിലൂടെ ദൈവം ലോകത്തോട് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ ജനം പിന്തിരിയുമ്പോൾ ദൈവം നിശ്ചയിക്കുന്നതായ സമയത്ത് ദൈവം ലോകത്തെ ന്യായം വിധിക്കും. ദൈവത്തിൻ്റെ പ്രവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായ, തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നതായ എല്ലാ പ്രവചനങ്ങളും നിവൃത്തിയാകുമ്പോൾ, പ്രിയമുള്ള ദൈവമക്കളെ, മുൻപ് പറഞ്ഞു വന്നതുപോലെ ഈ ലോകം അസ്തമിക്കും. ലോകം തീക്ക് ഇരയാകും. ഈ ലോകത്തെ ശുദ്ധീകരിച്ച് ദൈവം പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും ഉണ്ടാക്കുമെന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവം
ഈ ലോകത്തിൽ നിങ്ങൾ അനുരൂപരാകാതെ നന്മയും ദൈവത്തിന് പൂർണ്ണ പ്രസാദമായത് എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് അത് കണ്ടെത്തി ജീവിക്കണം. ലോകത്തെയും അതിൻ്റെ മോഹത്തെയും അനുഗമിക്കരുത് എന്ന് ദൈവം പറയുകയാണ്. അതിനെ വിട്ടോടി വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ വിശ്വാസ ഓട്ടം മുന്നോട്ട് പോകണമെന്ന് ദൈവം നമ്മെ തിരുവചനത്താൽ ആഹ്വാനം ചെയ്യുകയാണ്. അവളെ വിട്ടുപോരുവീനെന്ന് ദൈവം പറയുകയാണ്. ഈ അവളെ വിട്ടുപോരുക എന്ന് പറയുന്നത് ദൈവവചനം പ്രമാണിക്കാത്ത സമൂഹങ്ങളിൽ നിന്ന് സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരണം എന്നാണ്. ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്ന സഭയിലേക്ക് കടന്നു വരണമെന്നാണ്. ദൈവത്തിൻ്റെ സത്യം സ്വീകരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം മുങ്ങിക്കൊണ്ടിരിക്കുന്നതായ തോണിയിൽ നമുക്ക് കയറിയാൽ നമ്മൾ മുങ്ങിപ്പോകും. അപ്പോൾ തോണി മുങ്ങുന്നതായ അല്ലെങ്കിൽ കപ്പൽ മുങ്ങുന്നതായ സമയത്ത് നമ്മളെല്ലാവരും ലൈഫ് ബോട്ടിൽ ലൈഫ് ബോട്ടിൽ കയറിയില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവം രക്ഷക്കായിട്ട് അയക്കുന്ന സന്ദേശം നാം മനസ്സിലാക്കി ആ സന്ദേശം നാം സ്വീകരിക്കാതെ, ആ സന്ദേശമുള്ളവരോട് കൂടെ നാം നിൽക്കാതെ നമുക്ക് രക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മളിലുള്ളതായ പാപങ്ങളെ നാം നീക്കം ചെയ്യാതെ നമുക്ക് രക്ഷയില്ല. തർശീസിലേക്ക് പോയതായ കപ്പൽ ഛേദമുണ്ടായി. അപ്പോൾ കപ്പൽക്കാർ ചോദിച്ചു യോഹന്നയോട്, ഞങ്ങൾ എന്ത് ചെയ്യണം? അവരാ സമയത്തെല്ലാം കപ്പലിലുള്ളതായ സകല വസ്തുസാധനങ്ങൾ എടുത്ത് കടലിൽ എറിഞ്ഞു. എന്നിട്ടും രക്ഷയില്ലാതെ വന്നപ്പോഴാണ് ചോദിച്ചത്, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? യോഹന്ന പറഞ്ഞു, എന്നെ എടുത്ത് കടലിലോട്ടിട്. അപ്പോൾ എന്താണ് പടകിന് ദോഷമായി ഭവിക്കുവാൻ കാരണമായത്? ആ വസ്തു എടുത്ത് വെളിയിലിട്ടപ്പോൾ കടൽ ശാന്തമായി. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി ആ സ്വഭാവത്തെ നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുണ്ടാകൂ. കർത്താവ് പറഞ്ഞു, വലം കണ്ണ് നിനക്ക് ഇടർച്ച ചെയ്യുന്നെങ്കിൽ അതിനെന്ത് ചെയ്യണം? ചുഴുന്നെടുത്ത് കളയണം. ഇടം കൈ നിനക്ക് ദോഷം ചെയ്യുന്നെങ്കിൽ അതിനെ എടുത്ത് കളയണം. ദൈവം തിരുവഴുത്തിലൂടെ പറഞ്ഞത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെ നശിപ്പിക്കുന്നത് എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റിയെങ്കിൽ മാത്രമേ നിത്യരക്ഷ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നീ മാനസാന്തരപ്പെടണം എന്ന് പറയുന്നത്. മാനസാന്തരപ്പെട്ട് കർത്താവിനോട് നാം കടന്നു വരുമ്പോൾ, കർത്താവിൻ്റെ ഹിതത്തിനൊത്തവണ്ണം നാം ജീവിക്കുമ്പോൾ ആണ് നമുക്ക് സമാധാനവും സന്തോഷവും നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. അന്ത്യകാലഘട്ടം വരുമ്പോൾ ഞാൻ നേരായ വണ്ണം ജീവിച്ച് രക്ഷപ്പെടുമെന്ന് പലരും ചിന്തിക്കുന്നു. അന്ത്യകാലഘട്ടത്തിൽ സത്യ ആരാധന, മിഥ്യ ആരാധന, ഈ രണ്ട് രീതിയിലുള്ള ആരാധന, അതിൽ ഒരു ആരാധന സ്വീകരിച്ചില്ലെങ്കിൽ അവരെ കൊന്നുകളയും. അങ്ങനെയുള്ള ഭീഷണി ഉയരുമ്പോൾ ചിലപ്പോൾ ശരിയായി വണ്ണം ദൈവവിശ്വാസത്തിൽ വളരാതെ, ദൈവവചനം പഠിച്ച് വളരാതെ, പ്രാർത്ഥനയിൽ നാം ജീവിതം ചെലവഴിക്കാത്തതിൻ്റെ ഫലമായിട്ട് വിശ്വാസത്തിൽ നിന്ന് ഇടർച്ച സംഭവിക്കും. ഉറച്ചു നിൽക്കുവാൻ കഴിയാതെ നാം വീണുപോകും. മറിച്ച് പ്രാർത്ഥനയും വിശ്വാസവുമുള്ള പ്രാർത്ഥനയും ദൈവവചനം വായിച്ച് പ്രാർത്ഥനയുള്ളവരായി നിന്നാൽ വിശ്വാസം വർദ്ധിക്കും. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ജീവിക്കുമ്പോൾ പ്രിയമുള്ള ദൈവമക്കളെ, ഏതു പ്രതിസന്ധിയെയും ഉറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കും.
ദാനിയേൽ പ്രവാചകനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ദാനിയേൽ പ്രവാചകൻ ദൈവവചനം വായിച്ച പ്രാർത്ഥനയുള്ളവനായിരുന്നു. അതുമാത്രമല്ല, ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നിലകൊള്ളുന്നവനായിരുന്നു. ദൈവത്തെ മാത്രം നമസ്കരിക്കുന്നവനാണ്. ഏതൊരു പ്രതിസന്ധിയിലും ദൈവത്തെ അവൻ ഉപേക്ഷിക്കുകയില്ല. ദൈവിക വചനപ്രകാരം മാത്രമേ അവൻ്റെ ജീവിതം നയിക്കൂ. അതിൻ്റെ ഫലമായിട്ടാണ് എല്ലാ പ്രതികൂലങ്ങളെയും നേരിടുവാൻ ദാനിയേലിന് കഴിഞ്ഞത്. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് നാം നേരിടുന്ന ഓരോ പ്രതികൂലങ്ങളിലും ദൈവവചനം പ്രമാണിച്ച് വിശ്വാസമുള്ളവരായി ദൈവത്തിൻ്റെ വചനത്തിൽ ദിനംപ്രതി ധ്യാനിച്ച് പ്രാർത്ഥനയുള്ളവരായിരുന്നാൽ തീർച്ചയായും നമുക്ക് ദൈവവചനത്തിൽ ശക്തിപ്പെടുവാനും എല്ലാ പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാനും നമുക്ക് സാധിക്കും. അന്ത്യകാലഘട്ടത്തിൽ നമ്മുടെ തിരഞ്ഞെടുപ്പിന് ആസ്പദമായിട്ടാണ് ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത്. നാം ആരെ ആരാധിക്കും, നാം ആരുടെ പക്ഷത്തായിരിക്കും എന്നുള്ളതിന് ആസ്പദമായിട്ടാണ് ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത്. പലപ്പോഴും നാം ചിന്തിക്കുന്നതായ രീതിയിൽ അന്ത്യകാലഘട്ടത്ത് സംഭവിച്ചു എന്ന് വരികയില്ല. കാരണം ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്ത് അന്ത്യകാലത്ത് നിൽക്കുമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നാം ഇപ്പോഴേ അതിനു വേണ്ടി തയ്യാറെടുക്കണം. ഇല്ല എങ്കിൽ നമ്മൾ വീണുപോകും. ചൊവ്വാഴ്ച പാഠത്തേക്ക് നമുക്ക് കടന്നു പോകാം. ബെൽസസറിൻ്റെ വിരുന്ന്. ബാബിലോണിലും മേദിലും സംയോജിച്ച് നിനവേ പട്ടണം പരാജയപ്പെടുത്തിയ ശേഷം ബാബിലോൺ സാമ്രാജ്യത്തിൽ വളരെ ഉണർവും സന്തോഷമൊക്കെയായിരുന്നു. ഹമ്മുറബിയുടെ കാലത്ത് ഉള്ളതിനേക്കാൾ അവർക്ക് സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ നെബൂഖദ്നേസർ രാജാവിൻ്റെ മകനായിരുന്നതായ ബെൽഷസ്സർ ഒരു വലിയൊരു വിരുന്ന് കഴിച്ചു. വളരെ ആഡംബരമായിട്ടുള്ള ഒരു വിരുന്നുശാലയുണ്ട്. ഒരു വലിയൊരു വിരുന്ന്, ദേശത്തിലെ ഉന്നതന്മാരെ വിളിച്ചു വരുത്തി ഒരു വലിയ വിരുന്ന് കൽപ്പിച്ചു. ചരിത്രം പഠിക്കുകയാണെങ്കിൽ വളരെ ധൂർത്തടിക്കുന്നതായ ഒരു വിരുന്നായിരുന്നു. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം അവിടെ നാം വായിക്കുമ്പോൾ അവിടെ ഈ വണ്ണം പറയുന്നത്, ബെൽഷസ്സർ രാജാവ് തൻ്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്നൊരുക്കി എന്നാണ്. വളരെ ആഡംബരമായിട്ടുള്ള ഒരു വിരുന്ന, കോടിക്കണക്കിന് സമ്പാദ്യം മുടക്കിയുള്ളതായ ഒരു വിരുന്നായിരുന്നു ഇത്. ആ വിരുന്ന് ബാബേൽ സാമ്രാജ്യത്തിൻ്റെ പതനത്തിലേക്ക് നയിച്ചു. ബാബേൽ സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് കാരണങ്ങളായിട്ട് ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ ചില കാര്യങ്ങൾ അവിടെ വർണ്ണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബാബേൽ സാമ്രാജ്യം വീഴുവാൻ ഇടയായി തീർന്നത്? പ്രഥമമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് അത് ഒരു മുൻനിർണയമാണ്. ദൈവം മുൻകൂട്ടി പറഞ്ഞതാണ്. ബാബേൽ സാമ്രാജ്യത്തിൻ്റെ വീഴ്ച ദൈവം മുൻകൂട്ടി കണ്ടു കഴിഞ്ഞു. നെബൂഖദ്നേസർ രാജാവിൻ്റെ സ്വപ്നത്തിലൂടെ ദൈവം കൊടുത്തു. ഇവിടെ നെബൂഖദ്നേസർ രാജാവ് ദാനിയേൽ പ്രവാചകനിലൂടെ ജീവനുള്ള ദൈവത്തെ മനസ്സിലാക്കി ജീവനുള്ള ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ തക്കോണം അന്ത്യകാലം, അവൻ്റെ അവസാന കാലഘട്ടത്ത് അവൻ തിരഞ്ഞെടുത്തു. എന്നാൽ നെബൂഖദ്നേസർ രാജാവിൻ്റെ മകനായ ബെൽഷസ്സർ ഇതൊന്നും ഗവനിക്കാതെ, സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ, അവനും അവൻ്റെ മഹത്വക്കളും ഒരു വലിയ വിരുന്ന് പങ്കുചേർന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. വിരുന്ന് കഴിക്കുന്നത് വളരെ നല്ലതാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ ദോഷകരമായ പല കാര്യങ്ങളും സംഭവിക്കും. ഇവിടെ സംഭവിച്ചതിൻ്റെ കാരണം ഇവിടെ നമ്മൾ വായിക്കേണ്ടത്, അവർ കാണെ വീഞ്ഞു കുടിച്ചു. രണ്ടാമത്തെ ഭാഗം, അവർ കാണെ വീഞ്ഞു കുടിച്ചു. ഈ വീഞ്ഞു കുടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, മദ്യപാനം വളരെ നല്ലതല്ല.
അപ്പോൾ ഈ വിരുന്ന് കൂടുന്നതായ സമയത്ത് വീഞ്ഞു കുടിക്കുമ്പോഴെന്താ സംഭവിക്കുന്നത് അറിയാമോ? നമ്മുടെ മാനസികമായ നിലവാരം തകർന്നു പോകും. മാനസികമായ നിലവാരം തകർന്നാൽ നമ്മളെ ലക്ഷ്യബോധം നശിച്ചു പോകും. നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല. അങ്ങനെ അവർ വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ തൻ്റെ അപ്പനായ തൻ്റെ അപ്പനായ നെബൂഖദ്നേസർ രാജാവ് യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിരുന്നതായ പൊൻവെള്ളി പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവൻ്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിക്കേണ്ടതിന് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. യെരൂശലേമിലെ പാത്രങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശുദ്ധീകരിച്ച് വേർതിരിച്ചതാണ്. അതിൽ വിശുദ്ധമായിട്ടുള്ളതായ പാനീയങ്ങൾ മാത്രമേ അതിൽ ചെയ്യാവൂ. വിശുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതായ പാത്രങ്ങളാണ്. ഈ പൊൻവെള്ളി പാത്രങ്ങളിൽ രാജാവും അവൻ്റെ വെപ്പാട്ടികളും അവൻ്റെ മഹത്തുക്കളും അതിൽ കുടിച്ചു. അപ്പോൾ യെരൂശലേം ദേവാലയത്തിലെ പാത്രം വിശുദ്ധമാണ്. ആ വിശുദ്ധ പാത്രം അശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. വീണ്ടും നമ്മൾ വായിക്കുന്നത് വീഞ്ഞു കുടിച്ചത് മാത്രമല്ല, വീണ്ടും നമ്മൾ വായിക്കുകയാണ്, പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. അതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെബൂഖദ്നേസർ രാജാവ് ജീവനുള്ള ദൈവം ആരാണെന്ന് മനസ്സിലാക്കി തൻ്റെ അവസാനം വരെ ആ ജീവനുള്ള ദൈവത്തെ സേവിച്ചു എന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകനാകട്ടെ ദൈവത്തെ പരിഹസിക്കുവാൻ തക്കമുള്ളതായ കാര്യങ്ങൾ ചെയ്യുകയാണ്. ദൈവം വിശുദ്ധീകരിച്ചതായ പാത്രത്തിൽ, അവർ ദൈവത്തിന് വേണ്ടി വിശുദ്ധീകരിച്ചതായ പാത്രത്തിൽ, വേർതിരിക്കപ്പെട്ടതായ പാത്രത്തിൽ അവനും അവൻ്റെ വെപ്പാട്ടികളും മഹത്തുക്കളും കുടിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് അവർ നൃത്തം വെച്ച് പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കൊണ്ടുള്ളതായ ദേവന്മാരെ സ്തുതിച്ചു. മറിച്ച് അവൻ്റെ മൂക്കിലെ ശ്വാസവും അവൻ സകല വഴികളും കൈകളുള്ള ദൈവത്തെ സ്തുതിച്ചില്ല. അന്നേരമാണ് തൽക്ഷണം ഒരു കൈപ്പത്തി പ്രത്യക്ഷമായി ഭിത്തിയിൽ എഴുതുവാൻ തുടങ്ങി. ഇത് കണ്ട രാജാവിൻ്റെ, നമ്മൾ വായിക്കുന്നത്, അവൻ വിചാരങ്ങളാൽ പരവശനായി ആരുടെയോ പഴഞ്ഞു കാൽമുട്ടുകൾ ആടിപ്പോയി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവം നമുക്ക് ഒരു അധികാരം തരുന്നു. അധികാരം നമുക്ക് തരുന്ന ദൈവമാണ്. ദൈവമാണ് ഒരുത്തനെ താഴ്ത്തുകയും ഒരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ അധികാരത്തിലിരുന്ന് നാം ഓരോ കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്തോണം, നമുക്ക് മുകളിൽ നമ്മേക്കാൾ ശക്തനായ നമ്മളെ മാറ്റുവാൻ കഴിവുള്ള ദൈവം വ്യാപരിക്കുന്നുവെന്ന് നാം എപ്പോഴും വിചാരിച്ചു കൊള്ളണം. നമ്മുടെ മൂക്കിലെ ശ്വാസം കൈകൊള്ളുവാൻ സകല വഴികളും കൈകളിൽ, നമ്മുടെ മൂക്കിലെ ശ്വാസം കൈകളിലുള്ളവൻ, നമ്മുടെ സകല വഴികളും കൈകളിലുള്ളവൻ സ്വർഗത്തിലുണ്ട് എന്ന് എപ്പോഴും നാം വിചാരിക്കണം. അതുകൊണ്ടാണ് ദൈവം പറയുക, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ അവൻ അവനെ താങ്ങും. നമുക്ക് കസേരയിലിരുന്ന് ആരെയും നമ്മുടെ വൈരാഗ്യം വീട്ടുവാനുള്ളതല്ല. ദൈവഭയത്തിലിരുന്ന ദൈവഭയത്തിലിരുന്ന് ദൈവവിശ്വാസമുള്ളവരായി കാര്യങ്ങൾ വേണ്ട പോലെ നീക്കുവാനുള്ളവരാണ്. വിധവമാരോടും
അനാഥരോടും എളിയവനോടും ദൈവസ്നേഹത്തെ കീർത്തിക്കേണ്ടവരാണ്. അത് എപ്പോഴും ദൈവത്തിൻ്റെ തിരുവചനം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ രാജാവ് ദൈവത്തിന് നിരക്കാത്ത കാര്യം ചെയ്തപ്പോൾ ആ രാത്രിയിൽ തന്നെ അവൻ്റെ കശേര തെറിച്ചു. അവൻ്റെ സിംഹാസനം നശിച്ചു. ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബെൽസസർ കൊല്ലപ്പെട്ടു എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം നമുക്ക് തരുന്നതായ അധികാരങ്ങൾ ദുർവിനിയോഗം ചെയ്യരുത്. ദുർവിനിയോഗം ചെയ്താൽ അവർക്ക് വരുന്നതായ ശിക്ഷ ഏറ്റവും വലിയതാണ്. കാരണം അധികാരത്തിലിരിക്കാൻ യോഗ്യരായവർ ദൈവമാണ് തീരുമാനിച്ചവരെ അവിടെ ഇരുത്തുന്നത്. ശൗൽ രാജാവിനെ രാജാവാക്കി വാഴിച്ചു. പക്ഷേ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ദൈവത്തിൻ്റെ തിരുവഴുത്ത് നമ്മെ കാണിച്ചു തരുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ബെൽസസർ രാജാവ് അഹങ്കരിച്ചു. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതം അവന് നഷ്ടമായി തീർന്നു. അവൻ്റെ അധികാരം അവന് നഷ്ടമായി പോയി. അവൻ്റെ ജീവിതത്തിന് അന്ത്യം സംഭവിച്ചു. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവം നമ്മെ എല്ലാവരെയും ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അധികാരികളാക്കിയിരിക്കുകയാണ്. ആ അധികാരപ്രകാരം നാം ജീവിച്ചില്ല എങ്കിൽ തീർച്ചയായും ദൈവം നമ്മുടെ ജീവിതത്തിന് ഒരു അന്ത്യം കുറിക്കും. നാം എല്ലാം തുലാസിൻ്റെ തട്ടിലാണ്. അത് നമ്മളെപ്പോഴും ഓർത്തുകൊള്ളണം. നമ്മുടെ എല്ലാം സമയം ദൈവം നിർണയിച്ചിട്ടുണ്ട്. ആ നിർണയിക്കപ്പെട്ട സമയത്തിന് മുമ്പ് ദൈവിക ചിന്തയോടുകൂടെ നാം ജീവിച്ചാൽ തീർച്ചയായും ദൈവം വരുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് നാം കടന്നു വരാം. യൂഫ്രത്തോസ് വറ്റുന്നു. ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ കരുത്തുകളിൽ ഒന്ന് യൂഫ്രട്ടസ് നദിയായിരുന്നു. ഈ യൂഫ്രട്ടസ് നദി ഈ ബാബേൽ സാമ്രാജ്യത്തിൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. അതുകൊണ്ട് ശത്രു സൈന്യത്തിന് ബാബേൽ കോട്ട ആക്രമിക്കുവാൻ സാധിക്കുകയില്ല. ദൈവം നെബൂഖദ്നേസർ രാജാവിന് കൊടുത്തതായ ബുദ്ധിസാമർത്ഥ്യം കൊണ്ട് നെബൂഖദ്നേസർ രാജാവ് വലിയ കോട്ടകളെ പടുത്തുയർത്തി. നമുക്കറിയാം, ഏഷ്യയിലെ 7 അത്ഭുതങ്ങളിൽ വെച്ച് ഒരത്ഭുതം നെബൂഖദ്നേസർ രാജാവിൻ്റെതാണ്. ഇന്നും നെബൂഖദ്നേസർ രാജാവിൻ്റെ പേര് പ്രകീർത്തിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നെബൂഖദ്നേസർ രാജാവിൻ്റെ പേര് കീർത്തിക്കപ്പെടുന്നു. ദൈവം അത്രമാത്രം ജ്ഞാനവും രാജാവിന് കൊടുത്തിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് രാജാവ് അഹങ്കരിച്ചിട്ട് ഇത് ഞാൻ പണിതായ മഹദിയ ബാബിലോൺ അല്ലയോ എന്ന് പറയുവാൻ കാരണം. എന്നാൽ ദൈവം ബാബേൽ സാമ്രാജ്യത്തിൻ്റെ വീഴ്ചയെ മുൻകൂട്ടി പ്രവചിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. യെശയ്യാ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യെശയ്യാ പ്രവചനം 45-ാം വാക്യം, 45-ാം അധ്യായം വായിക്കുമ്പോൾ, യഹോവ തൻ്റെ അഭിഷിക്തനായ കോരശിനോട് ഈ പ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്ര വാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്നെ ചൊല്ലി വിളിക്കുന്നു, ഞാൻ യഹോവ ഇസ്രായേലിന്റെ ദൈവം തന്നെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും
മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം മുൻകൂട്ടി പറയുകയാണ്. ഏകദേശം 150 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവാചകനിലൂടെ ഈ കാര്യം മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്. പേർഷ്യക്കാരനായ കോരശ് ബാബേൽ സാമ്രാജ്യം തകർക്കുമെന്ന് ദൈവം പറഞ്ഞിരിക്കുകയാണ്. ദൈവം കോരശിൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു. ദൈവം കോരശിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മെല്ലാം ദൈവം പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. നാം ജനിക്കും മുമ്പേ നമ്മെക്കുറിച്ച് അറിയാവുന്നതായ ദൈവം, നമ്മെ കരുതുന്നതായ ദൈവം എന്ന് പറയുവാൻ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ യൂഫ്രട്ടീസ് നദിയെ വറ്റിച്ച ആണ് മേദോ പേർഷ്യ സൈന്യം ബാബേൽ സാമ്രാജ്യത്തിൽ കടന്ന് ബാബേൽ സാമ്രാജ്യത്തെ കീഴടക്കിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് മാത്രമല്ല, ഈ ബാബേൽ സാമ്രാജ്യത്തിൻ്റെ കോട്ട വാതിൽ ആരോ അറിയാതെ തുറന്നിട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമുക്കറിയാം, അതിൻ്റെ വാതിൽ എന്ത് ചെയ്യും? ഈ കോരശ് രാജാവിൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുമെന്ന് ദൈവം പറയുകയാണ്. കാരണം കോരശ് രാജാവിൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. എൻ്റെ വാക്കുകൾ, എൻ്റെ വചനങ്ങളൊക്കെയും ഞാൻ നിവർത്തിക്കും, എൻ്റെ ആഗ്രഹം ഞാൻ സഫലമാക്കുമെന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, യഹോവ എന്താഗ്രഹിക്കുന്നു അതായിരിക്കണം നമ്മുടെ ആഗ്രഹം. അങ്ങനെയെങ്കിൽ നാം ചിന്തിക്കുന്ന കാര്യം സാധ്യമായി തീരും. ഇവിടെ കോരശ് രാജാവിനോട് കൂടെ ഇരുന്ന് ബാബേൽ സാമ്രാജ്യത്തെ തകർത്ത് കളഞ്ഞു. ഇസ്രായേൽ ജനത്തെ കോരശ് രാജാവ് അവിടുന്ന് വിട്ടുവെച്ച് യെറുശലേമിലേക്ക് പോകുവാൻ തക്കോണം അവർക്ക് അനുവാദം കൊടുക്കുക മാത്രമല്ല, യെറുശലേം ദേവാലയം പണിയുവാൻ തക്കോണം അവരെ അനുവദിച്ചു, അവരെ സഹായിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ കോരശ് രാജാവ് യഥാർത്ഥത്തിൽ ഒരു വീണ്ടെടുപ്പുകാരനെ പോലെയാണ്. അല്ലെങ്കിൽ ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചതായ ഒരു രാജാവിനെ ഏകദേശം വേഗം വരുന്നവനായ യേശുവിൻ്റെ ഒരു പ്രതിരൂപമാണ്. തൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ, തൻ്റെ ജനത്തെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ തക്കോണം കടന്നു വരുന്ന യേശുവിൻ്റെ ഒരു സാമ്യമാണ് നമുക്ക് കോരശിൽ നിന്ന് കാണുവാൻ കഴിയുന്നത്. എല്ലാ രീതിയിലും അല്ലെങ്കിൽ ഇസ്രായേലിനെ വീണ്ടെടുത്ത് അവർക്കുള്ള ദേശം അവർക്ക് തിരികെ കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ഏത് നേരത്ത് വരുന്നു എന്ന് നാം അറിയായ കൊണ്ട് നാം ഉണർന്നിരിക്കണം, നാം ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. തിരുവചനം നമ്മോട് പറഞ്ഞതുപോലെ ഓരോ സാമ്രാജ്യങ്ങളും അത് അതിൻ്റെതായ സമയത്ത് ഉയർന്ന് താഴ്ന്ന് പോയതുപോലെ കർത്താവിൻ്റെ വചനം പറഞ്ഞതുപോലെ കർത്താവ് വരുവാൻ ഇനി അധികം സമയമില്ല. വ്യാഴാഴ്ച പാഠത്തിൽ കടന്നു വരാം. അഭിഷിക്തനായ കോരശ്. കോരശ് രാജാവ് ബാബേലിലേക്ക് കടന്നു വന്നു. ബാബേൽ രാജ്യത്തെ കൊള്ളയടിച്ചപ്പോൾ ഇസ്രായേൽ മക്കളുടെ അടിമത്ത ജീവിതം അവിടെ അവസാനിച്ചു. യെരുശലേം ദേവാലയത്തെ പുതുക്കി പണിയുവാൻ തക്കവണ്ണം രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. യെരുശലേമിനെ ഇസ്രായേൽ മക്കൾക്ക് വിട്ടുകൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ ജനത്തെ അവരെ സ്വതന്ത്രരാക്കി തീർത്തു, അവരെ വിട്ടുവെച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ കോരസ് എന്ന് പറയുന്നത് ഒരു മഹാനായ രാജാവാണ്.
എന്ന് പേർ സ്വീകരിക്കുവാൻ കാരണമായി തീർന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവം അതുകൊണ്ട് കോരസിനെ അഭിഷിക്തനെന്ന് പേര് വിളിച്ചിരിക്കുന്നു. അതിന് കാരണം അഭിഷിക്തൻ എന്ന് പറയുന്ന ക്രിസ്തുവാണ്. അനോയിൻറ്റഡ് വൺ എന്ന് പറയുന്ന അഭിഷിക്തൻ എന്ന് പറയുന്ന ക്രിസ്തുവാണ്. ക്രിസ്തു തൻ്റെ സഭയെ സ്വതന്ത്രനാക്കുവാൻ തക്കവണ്ണം കടന്നു വരുന്നു എന്ന് പറഞ്ഞതുപോലെ രാജാവായ കോരശ് ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നതായ വിളിക്കപ്പെട്ടതായ ഒരു രാജാവായിരുന്നു എന്ന് സൂചന. 2 ദിനവൃത്താന്തം അതിന് 36-ാം അധ്യായം 22-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരശിൻ്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരശിൻ്റെ മനസ്സുണർത്തി അവൻ തൻ്റെ രാജ്യത്തെല്ലാടും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തതെന്നാൽ പാർസി രാജാവായ കോരശ് ഈ പ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദായിലെ യെരൂശലേമിൽ അവനൊരു ആലയം പണിയുവാൻ അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളിൽ അവൻ്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കട്ടെ, അവൻ യാത്ര പുറപ്പെടട്ടെ എന്ന് അവിടെ പറയുന്നത് കാണാൻ സാധിക്കും. തിരുവചനം പഠിക്കുമ്പോൾ ഈ വചനത്തിൽ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഇസ്രായേലിന് അവിടെ ആലയം, വിശുദ്ധ സ്ഥലം അവർക്ക് കൊടുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. പഴയ നിയമ പുസ്തകം പ്രാരംഭത്തിലുണ്ടായിരുന്ന ക്രമം അവസാനിക്കും നമ്മുടെ കാലത്ത്. മലാക്കിയോടുകൂടെ എന്നാൽ ആദിയിൽ ഇവിടെയാണ് കോരശിൻ്റെ ഈ പ്രഖ്യാപനത്തോടുകൂടെ പഴയ നിയമം അവസാനിച്ചത്. കോരശ് രാജാവ് പൂർണ്ണമായി ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായ അല്ലെങ്കിലും അതിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. അത് വേറൊരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ, ദൈവത്തിൻ്റെ നഗരം അവകാശമാക്കുമെന്ന് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കും. കർത്താവായ യേശു ക്രിസ്തു ലോകത്തേക്ക് കടന്നു വന്ന എന്നുള്ളതായ സകലത്തെയും നശിപ്പിച്ച് പുതിയ ഭൂമിയും പുതിയ ആകാശത്തെയും ഉണ്ടാക്കി ദൈവത്തിൻ്റെ ജനത്തിന് വിട്ടുകൊടുക്കും. ദുഷ്ടതയിൽ നിന്ന് നീതിമാനെ സ്വതന്ത്രരാക്കും. വിശുദ്ധ നഗരം തൻ്റെ വിശുദ്ധന്മാർക്ക് ദൈവം വിട്ടുകൊടുക്കും. ഈ ഒരു പ്രതിച്ഛായ നമുക്ക് കോരശ് രാജാവിൻ്റെ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അടിമത്തത്തിലായിരുന്നതായ ഇസ്രായേൽ ജനത്തെ കോരശ് രാജാവ് വന്ന് ബാബേൽ സാമ്രാജ്യത്തെ നശിപ്പിച്ച് അവരെ തൻ്റെ ദേശത്തേക്ക് മടക്കി അയക്കുന്നതും അവരുടെ ദേവാലയം പണിയുന്നതും നമുക്കവിടെ കാണുവാൻ സാധിക്കും. എന്ന് പറഞ്ഞ പോലെ അന്ത്യകാലഘട്ടത്ത് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ലോകത്തിലുള്ള സകല ദുഷ്ടന്മാരെയും തകർത്ത് കളയും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനുശേഷം ലോകത്തെ ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. രണ്ട് പത്രോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം മുതലെന്ന് വായിക്കുമ്പോൾ, ചിലർ താമസമെന്ന് വിചാരിക്കേണ്ട പോലെ കർത്താവ് തൻ്റെ വാക്ക് നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്നാകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും
അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിയുവാനുള്ളതായിരിക്കുകയില്ല. ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവത്തിൻ്റെ ദിവസത്തിൻ്റെ വരവ് കാത്തിരിക്കുന്നു. ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. മലാക്കി പ്രവചനം അതിൻ്റെ 4-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്ടപ്രവർത്തിക്കാരും തളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയും എന്ന് സൈന്യയുടെ യഹോവ അരുളി ചെയ്യും. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, കർത്താവ് വരുമ്പോൾ അഹങ്കാരികൾ, ദുഷ്ടന്മാർ എല്ലാവരെയും ദൈവം അഗ്നിയിൽ ദഹിപ്പിച്ച് കളയുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കും. ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ വലിയ രാജ്യങ്ങളൊക്കെയും അതിൻ്റെ ഉയർച്ചയും താഴ്ചയും, ബാബിലോൺ മുതൽ റോം വരെയുള്ളതായ ഉയർച്ചയും താഴ്ചയും എല്ലാം നമ്മൾ കണ്ടു. അതിൻ്റെ അവസാനമൊക്കെയും കണ്ടു. ദൈവം വീണ്ടും പറയുകയാണ്, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്നായ ദൈവം ഒരു നാൾ നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും എന്ന് പറയുകയാണ്. ഈ പ്രവചനങ്ങളൊക്കെ നമ്മെ അറിയിക്കുന്നത് സകലത്തെയും ഭരിക്കുന്നത് ദൈവമാണ്. ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. ലോകത്തിൽ സംഭവിക്കുമ്പോൾ അതിൻ്റെ എല്ലാം അവസാനം ദൈവം ഉദ്ദേശിക്കുന്നത് പോലെ വരികയുള്ളൂ. ദൈവം ഒരുക്കുന്നതായ ആ രാജ്യം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ അന്ത്യം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തിയെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധം വർഗം ധരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വരവ് നോക്കി പാർത്ത് വിശ്വാസമുള്ളവരായി ജീവിക്കുക. അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെ. ആമേൻ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനപ്രകാരം ജീവിപ്പാൻ അടിയങ്ങളെ അവിടെ ശക്തിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കും. അന്ത്യകാലത്ത് ഉയർന്നു വരുന്നതായ എല്ലാ പ്രതികൂലങ്ങളെ നേരിടുവാനും അതിനെ തരണം ചെയ്യുവാനുള്ളതായ ഉൾക്കരുത്തും വിശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ. ദാനിയേൽ ഉറച്ചു നിന്നതുപോലെ ഉറച്ചു നിൽപ്പാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് ബലമേകണമേ. ഇന്ന് വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. സകല മാനവും മഹത്വവും പുകഴ്ചയും തിരുമിനി എടുക്കണം. യേശു മൂലം തന്നെ ചോദ്യം കർത്താവേ കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.